ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നോ? എല്ലാ കൂട്ടുകാരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് വേറെ വിശേഷങ്ങൾ? അപ്പം നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്തതിൻ്റെ പേപ്പർ സ്കാൻ ചെയ്തതിൻ്റെ പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നതെന്നറിയണം. എന്നിട്ട് ടെൻഷൻ അടിച്ച് നടക്കണം. ചുമ്മാതാ കൂട്ടുകാരെ കേട്ടോ. നമ്മളെന്തായാലും പോയത് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്കില്ല. അങ്ങനൊന്നും ഒരു വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൂകമായിട്ടിരിക്കും. നമ്മുടെ മനസ്സിലെന്താണോ അതായിരിക്കും നമ്മൾ പുറമേയും കാണുന്നത് തന്നെ. അല്ലാതെ മനസ്സിലൊന്ന് വെച്ച് വേറൊന്ന് ചിരിച്ച് കാണിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ എന്താണ്, അങ്ങനെ നമ്മൾ പോയിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ കോഴഞ്ചേരി ഹോസ്പിറ്റലിലെത്തി. അവിടെ നിന്ന് നമ്മൾ ടോക്കണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ചീട്ടെടുക്കണം. ചീട്ടെടുക്കണ്ട, ചീട്ടിന് നമ്പർ ഇടിയിപ്പിച്ചാൽ മതി. നമ്പർ ഇടിയിപ്പിച്ചുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഡോക്ടർ ഇരിക്കുന്നിടത്തോട്ട് പോയി ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് ഫിസിഷ്യനെയാണ് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പം നമുക്ക് നമ്മുടെ 53 പക്ഷേ 25 ആയതേ ഉള്ളൂ ടോക്കൺ നമ്പർ. അപ്പം നമ്മളവിടെ മാറി അപ്പുറത്തിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കയറി ചീട്ടൊക്കെ കാണിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ട് പനി വന്നപ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങളായിട്ട് തൊണ്ടയടപ്പ് കാണിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു വരാനായിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു. നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിന് കയറി പോരുന്നു. അപ്പം ഞാൻ കുറച്ച് നാൾ തൈറോയിഡിൻ്റെ ഒന്നും നോക്കിയില്ല. അതുകൊണ്ടാണ് ഈ തൊണ്ടയടപ്പും കൂടെ വന്നതുകൊണ്ട് ഡോക്ടറിൻ്റെ സംശയം തോന്നിയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്തത്. അല്ലാതെ നമുക്ക് വേറെ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് കയറി ഓമലൂർ ജംഗ്ഷനിൽ വന്നിരുന്നപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു വണ്ടിയാണ് ഇതെന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് കഴിക്കാനായിട്ട് നമ്മൾ മോളാണ് അവിയലൊക്കെ വെച്ചത്. അരി അടുപ്പത്ത് കിടക്കുന്നു. അപ്പോൾ ഏട്ടൻ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം മോൻ വൈകിട്ട് ജോലി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ചിക്കന്. അപ്പോൾ ചിക്കനൊക്കെ അവൻ കഴുകി വെച്ചു, എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ചു കൊടുത്തു. അപ്പോൾ ഏട്ടൻ കറി വെക്കാനൊക്കെ കൊണ്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുതിയ ചട്ടിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ് കൂട്ടുകാരെ. ഏട്ടനാണ് ചിക്കൻ കറി വെക്കുന്നത്. മോൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് തിരിഞ്ഞ് ഓടാൻ ആരംഭിക്കുന്നു. അപ്പോൾ അവിടെ ചിക്കൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുമായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കടുക് ഇതെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിപ്പഴം, സവാള, പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് വഴറ്റുവാണ്. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിക്കായും പച്ചമുളകൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇത് അരപ്പ് നന്നായിട്ട് ഇളക്കി ചേർത്ത് വെച്ചു. എന്നിട്ട് ചിക്കൻ നമ്മൾ നേരത്തെ അരപ്പൊക്കെ ഇട്ട് ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ അരപ്പിലേക്ക് അരപ്പിട്ടിളക്കി വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കണം വേവാനായിട്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ടായിരുന്നേ. അതിന് വീഡിയോ എടുക്കാൻ മറന്നേ. കിടക്കുന്നതാണ് കുരുമുളക് പൊടി. പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി. ഉപ്പ് കുറവാണ്, അപ്പോൾ ഏട്ടൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ തിളച്ച് വെന്തു. ഇപ്പോൾ വാങ്ങിയെടുക്കുമല്ലോ ഇനി ചേട്ടാ. നമുക്ക് ചിക്കൻ കറിയും അവിയലുമാണ് ഇന്നത്തെ അത്താഴത്തിനുള്ളത്. നല്ല കുത്തരിച്ചോറും. പറയും ചേട്ടാ. സൂപ്പർ ചിക്കൻ. ആർക്കാണ് ചിക്കൻ വേണ്ടത്? ഓടി വയോ. അതിനെ കുത്തിപ്പൊടിക്കും ഇന്ന്. ഞാനാണ് ചിക്കൻ കറി വെക്കുമ്പോൾ ചിക്കൻ ഇങ്ങനെ ഒരുവിധം വറുത്തിട്ടൊക്കെ കറി വെക്കുന്നത്. അപ്പോൾ അന്നേരം പൊടിയത്തില്ലല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനൊന്നും ഇല്ല.
കഴിച്ചാൽ നല്ല രുചിയാണ്. മല്ലിയില നമ്മൾ വാങ്ങിച്ചതല്ല, മുറ്റത്ത് നിൽക്കുന്ന ഒരെണ്ണം എടുത്താലോ? അത് വെള്ളരായി മല്ലിയില വേണ്ടേ? ഇപ്പം അങ്ങനെ നമ്മുടെ കറിയൊക്കെ വെന്തു. വിറവ് നമ്മളെടുത്ത് അങ്ങ് വെളിയിൽ കൊണ്ടിടുകയാണ്. ഇല്ല ഇവിടെ അങ്ങ് പോകുക, വെളിയിൽ തടുപ്പി കൊണ്ടിടും. നമ്മുടെ അത്താഴത്തിൽ ഏട്ടന് തന്നെ വിളമ്പിയതാണ് എല്ലാം കേട്ടോ. ചോറെടുത്തു, പിന്നെ ചിക്കൻ കറിയുടെ ചാറ്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ചിക്കൻ കറി, അവിയൽ. അപ്പം ഇത്രയാണ്. ഈ പപ്പടം പൊള്ളിച്ചില്ലേ? ഇത്രയാണ് നമുക്ക് ഇന്നത്തെ. പപ്പടം ഉണ്ടായിരുന്നു, പക്ഷെ പപ്പടം പൊള്ളിച്ചില്ലെന്ന് തോന്നി. അപ്പം നമ്മൾ പപ്പടം പൊള്ളിക്കാൻ ഒരുത്തി ഏൽപ്പിച്ചതായിരുന്നു, പക്ഷെ അവൾ പപ്പടം പൊള്ളിച്ചില്ല. അവൾ മടിച്ചു, അവൾക്ക് തലവേദന എടുക്കുന്നു പറഞ്ഞിട്ട് പോയി. അപ്പോൾ കിടക്കാൻ പോയതാണ്. അപ്പം അവൻ വരട്ടിയിട്ട് ചോറ് തിന്നടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ചോറ് തിന്നാനെ കൊണ്ട് ചോറും എടുത്തുകൊണ്ട് അവിടെ പെരുന്ന് കഴിക്കുവാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നതൊക്കെ ഞാൻ എടുത്തതായിരുന്നു, പക്ഷേ അപ്പോൾ അവരവിടെ ഫോണിൽ സിനിമയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ആ ഒരു സൗണ്ടും ഉണ്ട്. അപ്പോൾ ഉള്ളിലൊരു പേടി, ഇനി കോപ്പറേറ്റും എല്ലാം അടിക്കുമോ എന്ന്. അപ്പോൾ ആ കാരണത്താലാണ് നമ്മൾ ആ സൗണ്ടൊക്കെ കളഞ്ഞത്. അപ്പോൾ ആങ്ങളെയും പെങ്ങളൂടെ അവിടെ ഇരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെങ്ങളുടെ തലവേദനയെക്കുറിച്ചൊക്കെ ആങ്ങളെ പറയുമായിരുന്നു. ഇപ്പം എൻ്റെ ഏട്ടന് പപ്പടം പൊള്ളിക്കുകയാണ്. ആ പത്രത്തിലിട്ടോ. ചോറ് എടുത്തപ്പോഴാണ് പപ്പടം പൊള്ളിച്ചില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ തന്നെത്താനെ വന്ന് പപ്പടം പൊള്ളിയിലാണ്. പിന്നെ അതിൽ നിന്ന് 2-3-4 പപ്പടം എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊണ്ടുകൊടുത്തു. അപ്പോഴത്തേനും അവർ കഴിച്ചു കഴിയാറായി, എങ്കിലും അവർക്കും കൂടെ കൊണ്ട് കൊടുത്തു. അപ്പം മോക്കാണെങ്കിൽ ഇങ്ങനെയാണ്, എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയോ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെയിൽ കൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് തലവേദന ഉണ്ടാവും. പിന്നെ മരുന്നൊക്കെ ഇരിപ്പുണ്ട്, അവളിനി അത് കഴിച്ചിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 പേർക്കും പപ്പടമൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ സൗണ്ടൊന്നും പറ്റാത്തത് ഇവർ ഈ ഫോണിൽ സിനിമ വെച്ചേക്കുന്നുണ്ടാണ്. അപ്പോൾ എന്നോട് സംസാരിച്ചിട്ട് കൊച്ചിന് തലവേദന എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇത് ചിരിക്കുവാന്നോ പപ്പടം കൊണ്ട് കൊടുക്കുവാന്നോ, അപ്പോൾ ഇങ്ങനെ കോടാലിത്തേലത്തിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അത് പുരട്ടിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കൊടുക്കടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലില്ല, അമ്മയുടെ ഇരിപ്പുണ്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജോലിക്ക് പോകുന്ന വീടുകളിൽ നിന്ന് ചേച്ചിമാരൊക്കെ അവരുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ കൊണ്ടൊന്ന് എന്ത് പറയാനാണ്, നമുക്ക് അബദ്ധം പറ്റുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നമ്മളെ സത്യസന്ധമായിട്ട് അവരൊക്കെ സ്നേഹിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാനത് എനിക്ക് കിട്ടുന്നതൊക്കെ അതേപോലെ തന്നെ ഞാൻ കൊടുക്കും. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെതെന്ന് പറഞ്ഞ് സ്റ്റോക്ക് ചെയ്ത ഒരു സാധനങ്ങളും അങ്ങനെ വെക്കില്ല. നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ഒരുവിധം നമുക്കങ്ങനെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെ ഞാനത് കൊടുത്തതിൻ്റെ പേരിലാണ് നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ വന്നപ്പോൾ നമുക്ക് അതില്ലാതായി പോയത്. നമുക്കതിൽ വിഷമമൊന്നുമില്ല, കുഞ്ഞിന് വേറെ മരുന്നൊക്കെ ഇരിപ്പുണ്ട്. എങ്കിലും നമ്മൾ സ്നേഹിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുകയും നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ നമ്മുടേതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്നേഹിച്ചവർ നമുക്ക് തിരിഞ്ഞു കൊത്തുമ്പോൾ ഉള്ള ഒരു വേദന എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു അനുഭവം വന്നിട്ട് നമ്മൾ ഇരിക്കുകയാണ്. എത്ര അനുഭവം വന്നാലും ഞാൻ പഠിക്കില്ല, അതാണ് വേറൊരു സത്യം. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല, അതാണ് അവസ്ഥ. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പട്ടിണികളും പ്രയാസങ്ങളും ഒത്തിരി അനുഭവിച്ചാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ വിഷമം നമ്മളോട് അടുത്തിരുന്ന് നമ്മളോട് പറയുമ്പോൾ ആ വിഷമങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ പണം കൊടുത്തൊന്നും നമുക്ക് സഹായിക്കാനില്ല, എങ്കിലും നമ്മുടെ കയ്യിൽ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ അതേപോലെ കൊടുത്ത് നമ്മൾ എന്നെ കഴിയാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് ചെറിയൊരു വിഷമം കൊണ്ടാണ്. നമ്മളെ കൂടെ നിന്ന് നമ്മളെ അറിഞ്ഞവർ തന്നെ നമ്മളെ ചതിക്കുകയും നമ്മളോടൊരിത് കാണിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന, അതൊരു ഭയങ്കരമായിട്ടുള്ള വേദന. വേറെ ആരുമല്ല, നമുക്കുള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.